Hey friends and viewers, this is Serene Speaks അഥവാ ഔട്ട്ലോ സ്റ്റുഡിയോസ്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ എഫ് സി ബാഴ്സലോണ. ആൻഡ് ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് എഫ് സി ബാഴ്സലോണ ആൻഡ് സ്പെയിൻ. അപ്പോൾ ഞാൻ യു കെയിലാണ് താമസം. യു കെയിൽ നിന്ന് ഷെങ്കൻ വിസ എടുത്ത് സ്പെയിനിലൊന്ന് പോയി അവിടെ എഫ് സി ബാഴ്സലോണയുടെ കളിയൊക്കെ കണ്ട് റയൽ മാഡ്രിഡും വിസിറ്റ് ചെയ്ത് അതേ സാന്റിയാഗോ ബെർണബ്യൂവും വിസിറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ ഈ ഷെങ്കൻ വിസ എടുക്കുന്ന ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ആൻഡ് ഐ നോ ഞാൻ ഇന്ന് ഇച്ചിരി ഓവറാണ്, വേറെ ഒന്നല്ല, എനിക്ക് ഈ വീഡിയോ എഫ് സി ബാഴ്സലോണയുടെ ജേഴ്സി ഇട്ടിട്ട് ചെയ്യണമെന്ന് തോന്നി. ആൻഡ് ദിസ് ഗോയിങ് ക്ലാസ് ഈസ് ഫോർ സം ഓഫ് മൈ ഫ്രണ്ട്സ് സെഡ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കണ്ണ് ചിമ്മുന്നു എന്ന്. അപ്പോൾ ഇനി ഞാൻ കണ്ണ് ചിമ്മുന്നത് ആരും കാണണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു കൂളിംഗ് ഗ്ലാസ് അങ്ങ് വെച്ചു. എൻ്റെ ഈ കൂളിംഗ് ഗ്ലാസ് ത്രൂ നിങ്ങൾക്ക് എൻ്റെ റിംഗ് ലൈറ്റ് കാണാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫൺസ് അപ്പാർട്ട്, വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. ഇതെന്റെ രണ്ടാമത്തെ ഷെങ്കൻ വിസയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ ഷെങ്കൻ വിസ എടുത്തിട്ടുണ്ടായിരുന്നു 2024. ഞാൻ 25 പോയ ട്രിപ്പിന്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് 24-25 ഞാൻ ഷെങ്കൻ വിസ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്റെ രണ്ടാമത്തെ ഷെങ്കൻ വിസയാണിത്. ആദ്യം ഞാൻ പോയത് മാൾട്ട ആൻഡ് പാരീസ്. പാരീസ് അല്ല, ഫ്രാൻസിലാണ് പോയത്. കൺട്രി പറഞ്ഞു തന്നേ ഉള്ളൂ. മാൾട്ട ആൻഡ് ഫ്രാൻസിലാണ് ഞാൻ പോയത്. അപ്പോൾ ആദ്യത്തെ ഞാൻ അപ്ലൈ ചെയ്തത് VFS ത്രൂ ആണ്, കാരണം മാൾട്ടയിലേക്കുള്ള വിസയാണ് ഞാൻ എടുത്തത്. രണ്ടാമത്തെ സ്പെയിനിലേക്കാണ്. അതിന് BLS ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. ആക്ച്വലി പ്രൊസീജിയർ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ വെബ്സൈറ്റ് സംഭവങ്ങളൊക്കെ ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ഇടാം എന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് സ്പെയിനിലേക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എൻ്റെ പല ഫ്രണ്ട്സൊക്കെ ഞാൻ പോയി വന്നതിന് ശേഷം പോകണം എന്നൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസ് ഒക്കെ എന്നോട് ചോദിച്ചായിരുന്നു. സോ ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ VFSൽ അപ്ലൈ ചെയ്ത വീഡിയോ ഇവിടെ ഈ ഐ മാർക്കിൽ ഞാൻ ഇവിടെ മേലെ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അതും കാണാം. എൻ്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് DM ചെയ്യാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഒക്കെ യൂട്യൂബിൽ ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. എനി ഡൗട്ട്സ് എനി ടൈം. പക്ഷേ കോൾ ചെയ്യരുത്, മെസ്സേജ് അയക്കുക ഗൈസ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഡു ദിസ് ഗൈസ്. ആദ്യം തന്നെ BLS ഇന്റർനാഷണൽ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് ആണ് ഒറിജിനൽ വെബ്സൈറ്റ് BLS ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് നമ്മൾ ഏത് വിസയാണ് എടുക്കുന്നത് എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുക. മോസ്റ്റ് പ്രോബബ്ലി ടൂറിസം വിസ ആയിരിക്കുമല്ലോ. അതുകൂടാതെ അവിടെ ബിസിനസ് വിസ, സ്റ്റുഡന്റ് വിസ എന്നുള്ളൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നവരെ പറ്റിയിട്ട് നിങ്ങൾ അത് റീഡ് ചെയ്യുക. ഞാൻ ടൂറിസം വിസയാണ് എടുത്തത്, സോ അതിന്റെ പ്രൊസീജിയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോവാം. ജസ്റ്റ് ഇത് റീഡ് ചെയ്യാൻ മാത്രമാണുള്ളത്. ബുക്ക് ആൻ അപ്പോയിന്റ്മെന്റ്, അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ആദ്യം അതിലൊരു ID ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, ഫുൾ നെയിം, അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ ഒക്കെ കൊടുത്ത് ഒരു ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ID വെച്ചിട്ട് വേണം ലോഗിൻ ചെയ്യാനായിട്ട്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് കിട്ടും. ആക്ച്വലി എനിക്കിപ്പോൾ ആക്സസ് ഇല്ല. ഞാൻ ഇതിനു മുൻപ് എടുത്തിപ്പോൾ അത് എക്സ്പയർഡ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പുതിയ ID ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറ്റില്ല ഗൈസ്. സോ ഇത്രയുള്ള ഇതിലെ സംഭവം. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഒരു ID ക്രിയേറ്റ് ചെയ്യുക. ആ ID ത്രൂ ലോഗിൻ ചെയ്യുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബുക്ക് ആൻ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. നിങ്ങൾ UK എവിടെയാണ് താമസം എന്നുള്ള സംഭവം ചോദിക്കും. അപ്പോൾ ഞാൻ ഷെഫീൽഡാണ് താമസം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജൂറി സെക്ഷൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞ് അതിൽ ഓട്ടോമാറ്റിക്കലി തന്നെ വരും. ഇനി വന്നില്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. 3 ജൂറി സെക്ഷൻസ് ആണുള്ളത്: ലണ്ടൻ, മാഞ്ചസ്റ്റർ ആൻഡ് എഡിൻബ്ര. അപ്പോൾ ഞാൻ ഷെഫീൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് മാഞ്ചസ്റ്ററിലായിരുന്നു ജൂറി സെക്ഷൻ വന്നത്. നിങ്ങൾ ഏത് പ്ലേസിലാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലണ്ടൻ അടുത്തുള്ള പ്ലേസസ് ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ ആയിരിക്കും ജൂറി സെക്ഷൻ വരും. അത് ഓട്ടോമാറ്റിക്കലി അതിൽ ജൂറി സെക്ഷൻ അവർ തന്നെ ആഡ് ചെയ്തിട്ട് വരും. ഇല്ലെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് ഒന്ന് ആഡ് ചെയ്യുക. അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂറി സെക്ഷൻ ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. ഈ വിസ വെബ്സൈറ്റുകളുടെ ഇതിലുള്ള സംഭവമാണ്. അതാണ് അതിലൊരു മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. എനിക്ക് VFS അപ്പോയിന്റ്മെന്റിൽ എനിക്ക് ഏത് ഇത് വേണമെങ്കിലും എടുക്കായിരുന്നു. VFSന് ഇതുപോലെ തന്നെയാണ് മാഞ്ചസ്റ്റർ, ലണ്ടനും എഡിൻബ്ര തന്നെയാണ് സെന്റേഴ്സ് ഉള്ളത്. ഞാൻ അത് എഡിൻബ്രയിലാണ് എടുത്തിട്ടിരുന്നത്. അതിന്റെ ഓഫീസ് എഡിൻബ്രയിലെ ഓഫീസിലാണ് പോയിട്ടുണ്ടായിരുന്നത് VFSന്റെ. അതുപോലെയല്ല BLSൽ ഏത് ജൂറിസെക്ഷൻ ആണോ അതിൽ തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ VFSലും അതുപോലെ മാറിയൊന്നും എനിക്കറിയില്ല. ഞാൻ 24-ലാണല്ലോ VFSൽ എടുത്തത്. സോ മേ ബി മാറിയിട്ടുണ്ടായിരിക്കാം. ഞാൻ അത് ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കിത് ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം, ജൂറി സെക്ഷൻ. ആൻഡ് അപ്പം തന്നെ ചെയ്യാനുള്ള ഒരു സംഭവമാണ് അപ്പോയിന്റ്മെന്റ് ഫീ അടയ്ക്കുക എന്നുള്ളത്. 14.55 അപ്പോയിന്റ്മെന്റ് ഫീ എനിക്ക് വന്നത്. ആൻഡ് വൺ മോർ തിങ്, VFSലെ പോലെ 1.5 മാസം 2 മാസം ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് അല്ല നമുക്ക് കിട്ടുക. വെരി നെക്സ്റ്റ് ഡേ അവൈലബിൾ ആയിരുന്നു ഞാനിത് ബുക്ക് ചെയ്യുന്ന സമയത്ത്. എനിക്ക് ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ 4 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഞാൻ എടുത്ത് നെക്സ്റ്റ് വീക്കിലെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് അപ്പോയിന്റ്മെന്റിന് ബുക്ക് ചെയ്ത് അതിന് പോയി. നിങ്ങൾ ഈ അപ്പോയിന്റ്മെന്റിന് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. അത് UK മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. നമ്മുടെ നാട്ടിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുത്താൽ അത് ചിലപ്പോൾ അപ്രൂവ് ആക്കില്ല.
സോ UK എടുത്തിട്ടുള്ള അല്ലെങ്കിൽ UK പാസ്പോർട്ടിനുള്ള ഫോർമാറ്റിലുള്ള ഇത് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് 200 ഇതായിരുന്നു തോന്നുന്നുണ്ട്, 200 KB എന്തോ ആയിരുന്നു തോന്നുന്നുണ്ട് സൈസ്, JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, മാൻഡേറ്ററി ആണ്. അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഫോം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഈ ഫീ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ വരും. ആ മെയിലിൽ 3 സംഭവങ്ങൾ ഉണ്ടായിരിക്കും, അതായത് 3 ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും: ചെക്ക് ലിസ്റ്റ്, ആപ്ലിക്കേഷൻ ഫോം ആൻഡ് അപ്പോയിന്റ്മെന്റ് ഫോം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമും അപ്പോയിന്റ്മെന്റ് ഫോമും, അതിൽ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് പൂരിപ്പിച്ച് ആപ്ലിക്കേഷന്റെ കൂടെ വെക്കാനുള്ളതാണ്. അപ്പോയിന്റ്മെന്റ് ഫോം നമ്മൾ അത് കോപ്പി എടുത്ത് അത് കൊണ്ടുപോയാൽ മാത്രമാണ് BLSന്റെ ഉള്ളിൽ കയറ്റത്തുള്ളൂ. ദെൻ ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന്റെ കൂടെ വെക്കേണ്ട ഡോക്യുമെന്റ്സ് എന്നുള്ളത് വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം അതൊക്കെ പറഞ്ഞു പോവാം. ഇൻ കേസ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മെയിൽ കിട്ടും ഗൈസ്. അതിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പോയിന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവാം എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റിൽ വേണ്ടത് എന്ന്. ചെക്ക് ലിസ്റ്റിലെ ഫസ്റ്റ് പോയിന്റ് UK പെർമിറ്റ് ആണ്. ഇപ്പൊ നമുക്ക് BRP ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കാണിച്ചാൽ മതി. ഷെയർ കോഡ് അല്ല കേട്ടോ ഗൈസ്, ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സംഭവം കിട്ടും. അപ്പൊ അതിൽ നമ്മൾ ഇന്ന് വരെ ഇവിടെ വാലിഡ് ആയിട്ട് നിൽക്കാൻ നമുക്ക് അപ്രൂവൽ ഉണ്ട്, വിസ സ്റ്റാറ്റസ് ഉണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന സംഭവമാണ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. അതിൽ വിസ വാലിഡ് ഫ്രമും 2 ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മിനിമം 3 months വാലിഡിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് ഇവർ ഇതിൽ നിഷ്കർഷിക്കുന്നത്. രണ്ടാമത്തെ, റിസർവ്ഡ് ഫോർവേഡ് ആൻഡ് റിട്ടേൺ ടിക്കറ്റ്സ്, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്. അല്ലെങ്കിൽ ഇപ്പോൾ ട്രെയിന് പോകുന്ന കൺട്രീസിൽ, ഇപ്പോൾ ബെൽജിയത്തിലേക്കൊക്കെ നമുക്ക് ട്രെയിന് പോകാമല്ലോ യൂറോസ്റ്റാർ എടുത്തിട്ട്. അപ്പൊ അതാണെങ്കിൽ അത് ആ ഡീറ്റെയിൽസ് വെക്കണം. ഫോർവേഡ് ആൻഡ് റിട്ടേൺ മാൻഡേറ്ററി ആണ്. അപ്പൊ ഇത് ആക്ച്വലി നമുക്ക് ഡമ്മി ടിക്കറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാൾട്ട പാരീസ് പോയപ്പോൾ ഞാൻ ഡമ്മി ടിക്കറ്റ് ആണ് എടുത്തത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അതുപോലെ ബുക്ക് ചെയ്തിട്ട് പിന്നെ ക്യാൻസൽ ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ക്യാൻസൽ ചെയ്തതിന് മുൻപ് ഞാനത് എക്സ്റ്റെൻഡ് ചെയ്യുക, അതായത് വേറെ ഡേറ്റിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ 313 പൗണ്ടാണ് അതിന് റേറ്റ് അവർ പറഞ്ഞത്. വ്യൂലിംഗിന്റെ ഫ്ലൈറ്റ് ആയിരുന്നു, വ്യൂലിംഗ് സ്പെയിനിലേക്കുള്ള ഫ്ലൈറ്റ് ആണ് ആക്ച്വലി. അപ്പോൾ 313 പൗണ്ടാണ്. ഞാൻ ആ ടിക്കറ്റ് ആക്ച്വലി എടുത്തത് 62 പൗണ്ടിനാണ്, ഫോർവേഡ് ആൻഡ് റിട്ടേൺ കൂടിയിട്ട് 62 പൗണ്ടിന് എടുത്തത്. ഞാനൊന്ന് ഡേറ്റ് മാറ്റാൻ വേണ്ടി ചോദിച്ചപ്പോൾ 313 പൗണ്ടാണ് അവർ പറഞ്ഞത്. അത് ഭയങ്കര കൂടുതലാണ്. ആ കാശുണ്ടെങ്കിൽ കേരളത്തിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഡമ്മി ടിക്കറ്റ് എടുക്കുന്നതിൽ എനിക്ക് ചെറിയ പണി കിട്ടി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഡമ്മി ടിക്കറ്റ്സ് ഉള്ള ഇതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അതായത് ക്യാൻസലേഷൻ അങ്ങനെയൊക്കെയുള്ള ടിക്കറ്റ്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ വ്യൂലിംഗിന്റെ പരമാവധി ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, നിങ്ങളുടെ ക്യാഷിനും നല്ലതായിരിക്കും. നമ്പർ 3, പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ. അപ്പോൾ നമുക്കത് booking.com ത്രൂവിൽ, അതായത് ഇപ്പോൾ നമ്മൾ എന്നാണ് ട്രാവൽ ചെയ്യുന്നത് അതിന് 24 മണിക്കൂർ ഒരു ദിവസം മുൻപോ ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റുന്ന, ഒറ്റ പൈസ പോലും മേടിക്കാതെ ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട് booking.com. അപ്പോൾ ആ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാശ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രീ പ്ലാൻ ചെയ്ത പോലെ എല്ലാ ട്രിപ്പ് പോകുന്നത്, വിസ വന്നു കഴിഞ്ഞിട്ട് വേറെ ദിവസത്തേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ booking.com ത്രൂ ഇത് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഐ ഓൾവേസ് ചൂസ് booking.com ഫോർ ദിസ് അക്കോമഡേഷൻ. നമ്മൾ ഇത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ, പേയ്മെന്റ് ഇല്ലാതെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ നമുക്ക് എന്ത് തരും, അതായത് ഒരു മെയിൽ അയച്ചു തരും, നമ്മൾ ബുക്ക് ഫോർ ദിസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ഡോക്യുമെന്റ് നമുക്ക് ചെക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള അക്കോമഡേഷന്റെ പ്രൂഫ് അങ്ങനെ കിട്ടി. നമ്പർ 4, UK ബാങ്ക് ഡീറ്റെയിൽസ്. ബാങ്ക് ഡീറ്റെയിൽസ് അല്ല, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ലാസ്റ്റ് 3 monthsനെയാണ് വേണ്ടത്. നമ്മൾ എന്ന് അപ്ലൈ ചെയ്യുന്നു അതിന് ലാസ്റ്റ് 3 months ആയിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ 15ാം തീയതി കഴിഞ്ഞിട്ടൊക്കെയാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ 4 monthsന്റെയും വെച്ചു. അതിന് മുന്നുള്ള കംപ്ലീറ്റ് 3 monthsന്റെയും ആ 15 daysന്റെയും കൂടി ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി വെച്ചു. ഓക്കെ, ആൻഡ് അതിൽ ഉണ്ടായിരിക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ സേഫ്ലി ഒരു 1500 ഉണ്ടെങ്കിൽ പോസിറ്റീവ് 1500. കാരണം ഓവർ ഡ്രാഫ്റ്റും പരിപാടിയൊക്കെയുള്ള ഇത് വെച്ചിട്ട് 1500 ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഒരു 1500 ഉണ്ടെങ്കിൽ ഓക്കെ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അത്രയ്ക്ക് ഇടാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 1200 ഉണ്ടായിരുന്നുള്ളൂ, പ്രാവശ്യം 1500 ഇട്ടു ഞാൻ, സ്പെയിൻ ആയതുകൊണ്ട് തന്നെ. നമ്പർ 5, ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് വിത്ത് യുവർ ഓൺ നെയിം ഓൺ ദ കാർഡ് അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ്. മാൻഡേറ്ററി അല്ല കേട്ടോ, അത് ചെക്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഞാനത് വെക്കാറില്ല. അടുത്തത് 6ാമത്തെ, എംപ്ലോയ് ഫോം. നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ എംപ്ലോയിയുടെ ഒഫീഷ്യൽ, അതായത് അപ്രൂവൽ ആയിട്ടുള്ള എംപ്ലോയ് ഫോം വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആമസോണിലായിരുന്നു, വളരെ സുഖമായിരുന്നു. നമുക്കൊരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ത്രൂ നമുക്ക് ഇങ്ങനെ ട്രാവലിന് വേണ്ടിയാണ് നല്ല ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും, എംപ്ലോയ് ഫോം. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും എംപ്ലോയീസിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയ് ഫോം അവർ തരുന്നതായിരിക്കും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി, നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്
ഇത്ര പേയ്മെന്റ് വെച്ച് കിട്ടുന്നുണ്ടെന്നൊക്കെ അടിച്ചിട്ടുള്ള നമുക്ക് ആമസോണിലായതുകൊണ്ട് അതിന് കറക്റ്റ് ഒരു പ്രോപ്പർ ഫോം ഉണ്ട് അവരുടെ കയ്യിൽ. ആൻഡ് എംപ്ലോയി ഫോം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് 3 monthsന്റെ പേ സ്ലിപ്പ് വെച്ചിട്ട് ഇത് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ മന്ത്ലി പേ അല്ല വീക്ക്ലി പേ ആണെങ്കിൽ 12 വെക്കണം കേട്ടോ. ലാസ്റ്റ് 12 പേ സ്ലിപ്സ് നിങ്ങൾ തീർച്ചയായിട്ടും വെച്ചിട്ടുണ്ടായിരിക്കണം. എംപ്ലോയി ഫോം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പേ സ്ലിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈസിലി ചൂസ് ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ഉപകാരമാണ്. രണ്ടായാലും ഓക്കെയാണ്. ഇനി രണ്ടും വെച്ച് കഴിഞ്ഞാൽ അതും ഓക്കെയാണ്. ഇനിയുള്ളത് ഓപ്ഷണൽ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ടഡ് ബൈ സ്പൗസ്, അതായത് ഇപ്പം നമ്മളെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് നമ്മളെ സ്പോൺസർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നെങ്കിൽ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അവരുടെ റെസിഡൻസ് കാർഡ് അതിൻ്റെ അതിന്റെ കൂടെ വെക്കേണ്ടതാണ്. അതായത് നമ്മൾ വരുന്നതിനുള്ള സംഭവം അവർ അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററും കൂടി വെക്കണം. അപ്പൊ അത് ചെക്ക് ലിസ്റ്റിൽ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ത്രൂ ആണ് പോകുന്നെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. ആൻഡ് 8th തിങ്, സ്റ്റുഡന്റ് ആണെങ്കിൽ യൂണിന്ന് ഒരു ലെറ്റർ ഇതുപോലെ തന്നെ കിട്ടേണ്ടതായിരിക്കും. എംപ്ലോയി ആയിരിക്കില്ല, യൂണിയുടെ ലെറ്റർ ആയിരിക്കണം വെക്കേണ്ടത്. ഇനി എംപ്ലോയി ഉണ്ടെങ്കിൽ എംപ്ലോയിയുടെ യൂണിയുടെ ലെറ്റർ വെക്കുക, സ്റ്റുഡൻസ് ആയിട്ടുള്ളവര്. ഇപ്പൊ ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെ വിസ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസിനസ്, ടൂറിസം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് വിസ വേണമെങ്കിലും എടുക്കാം. ഇതിനൊക്കെ ഈ വിസയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ ചിലപ്പോൾ 1-2 ഡോക്യുമെന്റ്സ് വെക്കേണ്ടി വരും. ഇനി ഇതുപോലെ ഞാൻ ലോറി ഡ്രൈവർക്കുള്ള വിസ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസിറ്റ് വിസയ്ക്ക് വേറെ സംഭവങ്ങളാണ്. 1-2 ഡോക്യുമെന്റ്സ് ഇതിൽ നിന്ന് ചേഞ്ച് വരും, അത്രേ ഉള്ളൂ. ട്രാൻസിറ്റ് വിസയ്ക്ക് അത്രയും ഡോക്യുമെന്റ്സ് വേണ്ടി വരില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബട്ട് സ്റ്റിൽ അതിൽ 1-2 ഡോക്യുമെന്റ്സ് ചേഞ്ചസ് വരും. അത് ചെക്ക് ലിസ്റ്റിൽ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്തതിന് നിങ്ങൾക്ക് അത് കിട്ടും. സമയം എടുത്ത് ചെയ്യുക. അതാണ് ഞാൻ വെരി നെക്സ്റ്റ് ഡേ ഇതിൽ അവൈലബിൾ ആയിരുന്നു ഡേറ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടിരുന്നത്. കാരണം ഈ സാധനങ്ങളൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇതിന്റെ കോപ്പി എടുത്ത് വെരി നെക്സ്റ്റ് ഡേ പോകാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയല്ലേ. അപ്പോൾ ഒരു 2-3 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഡേറ്റ് എടുക്കുക. BLS ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്ക് ഡേറ്റ് കിട്ടും. അതുപോലെ തന്നെ വിസ നിങ്ങളിപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി 8 days എടുത്തോളൂ, 6 അല്ല 8 days എടുത്തോളൂ. ഞാൻ മാഞ്ചസ്റ്ററിൽ പോയി കൊടുത്തു. 8ാമത്തെ ദിവസം എനിക്ക് സാധനം തിരിച്ചു കിട്ടി. പിന്നെ എൻ്റെ ഫ്രണ്ട് എഡിൻബ്രയിലായിരുന്നു, അവൻ എഡിൻബ്രയിൽ തന്നെയാണ് താമസം. അവന് 4 day കിട്ടി. എനിക്ക് തോന്നുന്നു അവൻ മൺഡേ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിട്ട് അവന് ഫ്രൈഡേ കിട്ടിയെന്ന് തോന്നുന്നുണ്ട് വിസ. അപ്പൊ അത്രയും സമയം പോലും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ സമയം എടുത്ത് പ്രോപ്പറായിട്ട് ചെക്ക് ലിസ്റ്റിലുള്ള എല്ലാ സംഭവങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞാൽ BLS ഈസ് വെരി ഈസി ഗൈസ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോയിന്റ്മെന്റിന്റെ സംഭവങ്ങളാണ്. അപ്പൊ ഈ നമുക്ക് 3 ഫോംസ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അതിൽ അപ്പോയിന്റ്മെന്റ് ഫോമും കൊണ്ടുപോയാലാണ് നമ്മൾ അവിടെ കയറ്റത്തുള്ളൂ. നമ്മുടെ ടൈമിങ്ങിന് മുന്നോ കുറച്ച് കഴിഞ്ഞിട്ടോ ലേറ്റ് ആയിട്ടോ ഒക്കെ ചെന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇവരുടെ സംഭവം ഭയങ്കര സിമ്പിൾ ആണ്. ആക്ച്വലി 5 minutes പോലും എടുത്തില്ല ഗൈസ്. VFSൽ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. എനിക്ക് 1 മണിക്കൂർ മേലെ സംഭവം എടുത്തു. കാരണം അവർ ഡോക്യുമെന്റ്സ് ആദ്യം വെരിഫൈ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് മിസ്സിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ തന്നെ പോയിട്ട് കോപ്പി എടുത്ത് കൊണ്ടുവരണമായിരുന്നു. അപ്പൊ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കട അവരെന്നെ പറഞ്ഞു തന്നു. ആക്ച്വലി അവർ ഇന്ത്യക്കാരായിരുന്നു, അവർ ഹെൽപ്പ് ചെയ്ത് തന്നെ. പക്ഷെ ഞാൻ ആ കടയിൽ പോയി കോപ്പി എടുത്ത് കൊണ്ടുവന്ന് ഇവർക്ക് വീണ്ടും വെയിറ്റ് ചെയ്ത് നിന്ന് കൊടുക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ BLS ഈസ് വെരി ഈസി ഗൈസ്. സ്പെയിൻ വിസയ്ക്ക് വളരെ വളരെ ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും മിസ്സിംഗ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഡോക്യുമെന്റും കൂടി വേണമെങ്കിൽ അവരൊരു മെയിൽ അഡ്രസ്സ് വരും. ആ മെയിൽ അഡ്രസ്സിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും കൂടി സബ്ജക്റ്റ് ആയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒരു മെയിൽ അയച്ചു കൊടുത്താൽ മതി. അന്ന് 4 മണിക്ക് മുന്നേ സംഭവം ഒരു ക്ലീൻ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷന്റെ കൂടെ അതും കൂടി അയച്ചോളും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. BLS വാസ് വെരി 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 ഈസി. ആൻഡ് അവിടെ ഒരു ഫോട്ടോ എടുക്കുന്ന സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ ഇതിൽ വരുന്ന വിസയിൽ അച്ചടിച്ച് വരുന്ന ഫോട്ടോ 5 minutesൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവർ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അടുത്തത് പറയാനുള്ളത് ആപ്ലിക്കേഷൻ ഫീ ആണ്. വിസ ആപ്ലിക്കേഷൻ ഫീ 116 pound 59 pence, 116 സംതിങ്. അതാണ് എനിക്ക് വിസ ഫീ വന്നത്. അത് നോൺ റീഫണ്ടബിൾ ആണ് കേസ്. നമുക്ക് വിസ കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്കത് തിരിച്ചു കിട്ടുമൊന്നുമില്ല. സോ അത് എങ്ങനെയായാലും പോവും. അതാണ് ഇതിന് ആകെയുള്ള ചെലവ്. ഈ 116 നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോം എടുക്കാനുള്ള 14 കൂടി 120 pound ആണ് ഇതിനുള്ള ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് BLSന്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ചെലവ് ആകെ കൂടെ വരുന്നത്. ഓക്കെ, ശങ്കർ വിസയിൽ ശ്രദ്ധിക്കാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1 month വിസയാണ് എനിക്ക് കിട്ടിയത്. സിംഗിൾ എൻട്രി വിസയാണ് കിട്ടിയത് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം 2ാമതായിട്ട് അപ്ലൈ ചെയ്തപ്പോഴെങ്കിലും മൾട്ടിപ്പിൾ എൻട്രി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ആക്ച്വലി ഞാൻ ഒരുപാട് ടൈമിനുള്ള സംഭവങ്ങൾ അവിടുത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ബാഴ്സലോണയിൽ പോകുന്നു, മാഡ്രിഡിൽ പോകുന്നു, കളി കാണുന്നു എന്നുള്ള ഡീറ്റെയിൽസ് 1 week പ്രോഗ്രാമാണ് വെച്ചിട്ടുണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും മേ ബി എനിക്ക് സെക്കൻഡ് ടൈം അപ്ലൈ ചെയ്തിട്ടും 1 month സിംഗിൾ എൻട്രി വിസ കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് സിംഗിൾ എൻട്രി കിട്ടിയാലും മൾട്ടിപ്പിൾ എൻട്രി കിട്ടി കഴിഞ്ഞാലും നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത ഡേറ്റിൽ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ വിസ വാലിഡിറ്റി ഉള്ള ഡേറ്റിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഡമ്മി ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞത്. ഇൻ കേസ് നമുക്ക് ആ
ദിവസം പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് വേറെ ദിവസം പോവാം. വിസ വാലിഡിറ്റി ഉണ്ടായാൽ മതി ആ സമയത്ത്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, ആണെങ്കിൽ നല്ലതെന്ന് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. ഇപ്പൊ നിങ്ങൾ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടിയ സമയത്തിനുള്ള പ്ലാൻസ് ജസ്റ്റ് അതിൽ എറ്റിനറി പോലെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലോങ് ടൈം വിസയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി വിസയോ ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ കൊടുത്തവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് റഷായി പോയി ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ഒരുപാട് സംഭവങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ബേസിക്കലി ഞാൻ സ്പെയിനിൽ പോയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടാണ് വന്നത്. സോ ഐ എം കൈൻഡ് ഓഫ് സാറ്റിസ്ഫൈഡ്. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്ഫുൾ ആകും എന്നുള്ള രീതിയിൽ പറയുന്നതെന്നുള്ളൂ. നിങ്ങൾ എക്സ്ട്രാ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ലോങ് ടൈം വിസ കിട്ടും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടാനും ചാൻസ് ഉണ്ട്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ യൂറോ ആണ് അവിടുത്തെ കറൻസി. ബ്രിട്ടനിൽ മാത്രമാണ്, അതായത് UK മാത്രമാണ് GBP ഉള്ളൂ എന്ന് അറിയാമായിരിക്കുമല്ലോ. ആക്ച്വലി ട്രാവൽ കാർഡ് എടുക്കണോ അല്ലെങ്കിൽ മണി മാറ്റിക്കൊണ്ട് പോകണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ഗൈസ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. ഞാൻ 2 പ്രാവശ്യം പോയി വരുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. കാരണം ട്രാവൽ കാർഡ് എടുക്കാനുള്ള എക്സ്പെൻസ്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ അവിടെ എവിടെയെങ്കിലും പോയിട്ട് യൂറോയിൽ കൺവേർട്ട് ചെയ്യാനുള്ള ടൈമും അതിൻ്റെ എക്സ്പെൻസും കൂടി അത്ര ബുദ്ധിമുട്ടില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മോൺസോ കാർഡ് ഉണ്ട്. മോൺസോയിൽ എനിക്ക് 400 പൗണ്ട്സ് വരെ നോൺ ഫീ, അതായത് ഫീ ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് ഫ്രീ ഫീ അലവൻസ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് 400 പൗണ്ട്സ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി ഗൈസ്. ആൻഡ് നമ്മളിപ്പോൾ യൂറോപ്പിൽ പോയിട്ട് നമ്മളൊരു കാർഡ് പേയ്മെന്റ് നടത്തുമ്പോൾ ആ കാർഡിൽ തന്നെ ചോദിക്കും GBPയിലാണോ യൂറോയിലാണോ നിങ്ങൾക്ക് കാശ് എടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ലോക്കൽ കറൻസി കൊടുക്കുക. അപ്പോൾ ഈ 400 നിന്ന് അത് പൊക്കോളും, ഫ്രീ ആണ്. അപ്പോൾ ഈ 400 നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഒരു കൺവേർഷൻ ചാർജോ ഒരു സംഭവങ്ങളോ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്നൊന്നും പോയിട്ടില്ല. 10 പൈസ പോയിട്ടില്ല എന്ന് പറയാമല്ലോ. ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മോൺസോ കാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് കാർഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കാർഡ് അല്ലെങ്കിൽ ട്രാവൽ കാർഡ് എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ലിക്വിഡ് മണി എടുക്കാനോ പോവാ. ലിക്വിഡ് മണിയുടെ ഒരു ആവശ്യമില്ല കേട്ടോ. ബേസിക്കലി ലിക്വിഡ് മണി എടുക്കാൻ വേണ്ടിയിട്ട് ആരും പോകണ്ട എന്ന ആളാണ്. ഇത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്തും ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ് ലിക്വിഡ് മണി കുറച്ചുള്ളത് നല്ലതാണെന്ന്. ആകെ ലിക്വിഡ് മണി ആവശ്യം വരുന്നത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡ് എടുക്കാത്ത വളരെ ഇതായിട്ടുള്ള കുറച്ച് കടകളുണ്ട്. ആ കടകളിൽ മാത്രമാണ് ലിക്വിഡ് മണിയുടെ ആവശ്യം വരുന്നത്. അല്ലാതെ ലിക്വിഡ് മണിയുടെ ആവശ്യം ഇതുവരെയും വരുന്നില്ല. ഓക്കെ ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങളുടെ ബാങ്ക് കാർഡ്സിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്സിലോ ഉണ്ടാവും ഇങ്ങനത്തെ ഓപ്ഷൻസ്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ സംഭവം പോയി വരാം. ഓക്കെ. അപ്പോൾ ആ കാര്യം ഇനി മുതൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴും നിങ്ങൾ വറീഡ് ആവണ്ട. ഇത് ഒരുവിധം ബാങ്ക് കാർഡ്സിലൊക്കെ പോസിബിൾ ആണ്. അതിൽ ഫീ അലവൻസ്, അതായത് ഫ്രീ അലവൻസ് എത്രയാണോ അതിനുള്ളിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ആക്ച്വലി 5 ദിവസമാണ് സ്പെയിനിൽ ഉണ്ടായിരുന്നത്. എനിക്ക് 200 പൗണ്ട്സ് പോലും എക്സ്പെൻസസ് വന്നിട്ടില്ല. അതും ഞാൻ ബാഴ്സലോണ സ്റ്റോറിലൊക്കെ പോയിട്ട് കുറേ സംഭവങ്ങൾ പർച്ചേസ് ചെയ്തു. ജേഴ്സി ഒന്നും പർച്ചേസ് ചെയ്തില്ല. ഇതൊക്കെ പഴയ നാട്ടിലെ ജേഴ്സികളാണ്. ഓക്കെ. സ്റ്റിൽ എനിക്ക് 200-ന് താഴെയാണ് അവിടുത്തെ ഇത് വന്നിട്ടുള്ളൂ. കാരണം നമ്മൾ അക്കോമഡേഷൻ അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ എടുക്കുന്നത് ഓൾറെഡി നമ്മൾ എടുത്തിട്ടാണല്ലോ പോകുന്നത്. പിന്നെ അവിടെ പേയ്മെന്റിന്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. 5 ഡേയ്സിൽ എനിക്ക് 100+ ഒക്കെ വന്നിട്ടുള്ളൂ തോന്നുന്നുണ്ട് ഫുഡ്. കാരണം നമ്മൾ വലിയ ഫുഡൊന്നും ട്രൈ ചെയ്യാനൊന്നും പോയിട്ടില്ല. സോ സ്റ്റിൽ നമ്മൾ വെള്ളം അത് ഇതൊക്കെ വാങ്ങുമ്പോൾ ലോക്കൽ കറൻസിയിൽ പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു കൊടുക്കുക. 10 പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല. അടുത്ത പോയിന്റ്, യൂറോപ്പിലേക്ക് പോകുമ്പോൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് യൂറോ ചാർജർ. അതായത് UK ചാർജർ യൂറോപ്പിൽ വർക്കാവില്ല. അവിടെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ചാർജറാണ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ഇതിന്റെ മേലെ പോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ചാർജർ കൊണ്ടുപോകുന്നത് യൂസ്ഫുൾ ആയിരിക്കുന്നല്ല. ഇതില്ലെങ്കിൽ ഒരു യൂസ് ഉണ്ടാവില്ല. കാരണം ഞാനൊരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ പവർ ബാങ്കും ഇതൊക്കെ പെട്ടെന്ന് തന്നെ അടിച്ചു പോകും. സോ മാൻഡേറ്ററി ആയിട്ടും യൂറോപ്പ് ചാർജറുമായിട്ട് വേണം നിങ്ങൾ ഈ ട്രിപ്പ് പോകാനായിട്ട്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടാവും, മാൻഡേറ്ററി ആയിട്ട് മിസ്സാക്കണമല്ലോ, എന്നാലേ ശരിയാവുള്ളൂ. സ്റ്റിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ വാട്സപ്പൊക്കെ ഞാൻ യൂട്യൂബായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഗൈസ്. ആൻഡ് ഹാപ്പി ജേർണി.